മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം. യു.പി.എ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണ് കേരളത്തിൽ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയത് എന്ന വിചിത്രമായ അവകാശവാദം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. എന്നാൽ 2013 യു.പി.എ സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൽ ദേശീയപാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് വ്യക്തമായതോടെ പ്രതിപക്ഷ നേതാവിന്റെ വാദം പൊളിഞ്ഞു. പിണറായി സർക്കാരിന്റെ കാലത്ത് ദേശീയപാത വികസനത്തിലുണ്ടായ കുതിപ്പാണ് കേരളത്തിൽ എങ്ങും ഇപ്പോൾ ചർച്ചാ വിഷയം. UDF സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയ ദേശീയപാത വികസനം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയതാണ് ഇടതു സർക്കാരിൻ്റെ ഗ്രാഫ് ഉയർത്തിയ ഒരു ഘടകം. ഏറ്റെടുത്ത സ്ഥലത്തിന് ഉയർന്ന നഷ്ടപരിഹാരം നൽകി ഭൂമി നഷ്ടപ്പെട്ടവരെ ഒപ്പം നിർത്തിയാണ് എതിർപ്പിനെ ഇടതു സർക്കാർ മറികടന്നത്. 5600 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ഇതിനായി ചിലവഴിക്കേണ്ടി വന്നത്. ദേശീയപാത നിർമ്മാണ ചെലവിൻ്റെ 25% ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാരിന് വഹിക്കേണ്ടി വന്നു. ചിന്തിക്കാൻ പോലും ആവാത്തത്ര ഉയർന്ന തുക നഷ്ടപരിഹാരമായി ഉടമകൾക്ക് ലഭിച്ചതങ്ങനെയാണ്. ചുരുക്കത്തിൽ സർക്കാർ നൽകിയ ഉയർന്ന നഷ്ടപരിഹാരമാണ് എതിർപ്പില്ലാതാക്കിയതും ദേശീയപാത വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയതും. ഉയർന്ന നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാനായതിൻ്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനാകുമോ എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയ ശ്രമം. അതിന് പുതിയൊരു വാദം കഴിഞ്ഞ ദിവസം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഉയർന്ന നഷ്ടപരിഹാരം നൽകാനായത് UPA സർക്കാരിൻ്റെ നിയമ ഭേദഗതി മൂലമാണെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം. യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാകാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് UPA ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടാണ്. ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ഇത് ഹൈവേ വന്നത്. ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് 23,000 രൂപ കൊടുത്തിരുന്ന ഭൂമി 10 ലക്ഷം രൂപ കൊടുത്തിപ്പോൾ മേടിക്കാൻ പറ്റുന്നത്. എന്നാൽ എന്താണ് വസ്തുത? 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ഇൻ ലാൻഡ് അക്വിസിഷൻ എന്ന നിയമത്തെയാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത്. 2013 ഈ നിയമത്തിൽ ദേശീയപാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന വസ്തുത പ്രതിപക്ഷ നേതാവ് മറച്ചുവെച്ചു. ദേശീയപാതയെ ഉൾപ്പെടുത്താനാവില്ലെന്ന് അന്നത്തെ കോൺഗ്രസ് സർക്കാരും ഉൾപ്പെടുത്തണമെന്ന് CPIM കർശന നിലപാടെടുത്തു. അക്കാലത്ത് രാജ്യസഭാംഗമായിരുന്ന P. രാജീവ് കൊണ്ടുവന്ന പ്രമേയത്തെ പാർലമെൻറ്റിൽ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. സമീപകാലത്ത് ദേശീയപാത വികസനം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ നിയമസഭയിൽ മന്ത്രി രാജീവ് ഇക്കാര്യം വിശദീകരിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് നിശബ്ദരായി കേട്ടിരിക്കേണ്ടി വന്നു. അന്നത്തെ ചർച്ചയും ഞങ്ങൾ പിന്നീട് നമ്മുടെ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹൈവേ കൂടി ഉൾപ്പെടുത്തണമെന്ന ശുപാർശ നൽകിയിരുന്നെങ്കിലും അന്നത്തെ UPA കോൺഗ്രസ് നയിച്ച ഗവൺമെൻറ് അതിന് തയ്യാറായിരുന്നില്ല. എന്ന് മാത്രമല്ല, അത് പിന്നീട് ബില്ല് ചർച്ചയ്ക്ക് രാജ്യസഭയിലേക്ക് വന്നപ്പോൾ ഞാനും ബാലഗോപാലൊക്കെ അത് സംബന്ധിച്ച് ഭേദഗതി കൊടുത്തു. ഞാനത് വോട്ടിനിട്ടിരുന്നു. ആ വോട്ടിനിട്ടതെല്ലാം തന്നെ രേഖയുടെ ഭാഗമാണ്. അതുൾപ്പെടെ പബ്ലിക് ഡൊമൈനിൽ വരികയും ചെയ്തിരുന്നു. അപ്പോൾ എന്നിട്ടും ഒരു നുണ 1000 തവണ ആവർത്തിച്ചാലും സത്യമായെന്ന രൂപത്തിലെത്തിക്കാം എന്നൊരു ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം മറച്ചുവെച്ചാണ് പ്രതിപക്ഷ നേതാവ് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ അക്കാലത്തെ കോൺഗ്രസ് നിലപാട് രേഖകളുടെ പിൻബലത്തിൽ മന്ത്രി തുറന്നു കാട്ടിയതോടെ പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിലായി. സാലി മുഹമ്മദ്, കൊച്ചി.